യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തി 3 മാസമാകുമ്പോഴേക്കും പരിപൂർണമായി ബി.ജെ.പിക്ക് വിധേയരായെന്ന് സി.ഐ.ടി.യു സംസ്ഥാന പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണൻ. തൊടുപുഴയിൽ കെ.എസ്.ബി.സി.എസ്.എ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ ഉത്രം റെസിഡൻസിയിൽ ആനത്തലവട്ടം ആനന്ദ നഗറിലാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ സി.ഐ.ടി.യുവിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. സമ്മേളനം സി.ഐ.ടി.യു സംസ്ഥാന പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പലതരത്തിലുള്ള നേതാക്കന്മാരില്ലേ, വി.കെ. നായനാർ, വി.എസ്. അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഇവരെല്ലാം മുഖ്യമന്ത്രിമാരായില്ലേ? ആ കാലത്തൊന്നും ഇല്ലാത്ത നിലയിലുള്ള ഒരു പുതിയ അനുഭവം കേരളത്തിലുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കളവാണ് പറയും. സ്വന്തം വാദഗതികൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ നുണകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തോടൊപ്പമുള്ള മന്ത്രിമാരിൽ പലരും ജനങ്ങളോട് നീതി പുലർത്താൻ തയ്യാറാകുന്നില്ല. ജനങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചാൽ അവരെ പരിഹസിക്കുന്നു, അവരെ അവഹേളിക്കുന്നു, അവരെ തള്ളിപ്പറയുന്നു. ഇത്തരത്തിലുള്ള നിലപാടാണ് കേരളത്തിലെ മന്ത്രിമാർ ദൗർഭാഗ്യവശാൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കെ ജയചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ സി.ഐ.ടി.യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ.പി. മേരി, ജില്ലാ പ്രസിഡന്റ് ആർ. തിലകൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.ആർ. സോമൻ, എസ്. സജീവ് എന്നിവർ സംസാരിച്ചു. ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഭരണമാറ്റത്തോടെ നടപ്പാക്കി വരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള നയരൂപീകരണം തുടങ്ങിയവ ചർച്ചയായി. 14 ജില്ലകളിൽ നിന്നായി 264 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, ഇടുക്കി.